പ്രത്യേകിച്ച് ഇന്നത്തെ AI കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മറ്റുള്ള അപവാദങ്ങൾ, സോഷ്യൽ മീഡിയ അപവാദങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പില്ലാത്ത വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ നബി തങ്ങളെ പിൻപറ്റാം, അല്ലെ? മറ്റുള്ളവരെ കുറിച്ച് മോശമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാതിരിക്കുക. ഇന്നത്തെ കാലത്ത് ആ ഒരു AI യുഗത്തെ നമ്മൾ യോജിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിത്രീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാ അങ്ങനെ നമുക്ക് പിൻപറ്റത്തില്ലേ? അതുപോലെ തന്നെ മാന്യമായ സംസാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമയം പാഴാക്കാതിരിക്കുക. പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നമുക്ക് ഇരു ലോകത്തും വിജയിക്കാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മനസ്സിൻ്റെ മുറാദുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഖാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, അവിടുത്തെ സുന്നത്തിനെ പരിപൂർണമായും പിൻപറ്റുക എന്നുള്ളത് ഒരു മാസത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. കേവലം പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ അവിടുത്തെ മദദ് പാടണം, അവിടുത്തെ പ്രകീർത്തനങ്ങൾ ധാരാളമായി വർണ്ണിക്കണം എന്നുള്ളത് ആ ഒരു മാസത്തിന് മാത്രം പ്രത്യേകതയുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക എന്നുള്ളത് നമ്മുടെ മേൽ എല്ലാവരുടെയും മേൽ കടമയാണ്. മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരെ നോക്കിയാൽ ഓരോ പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ ചില പ്രത്യേക നാടുകളിലേക്ക് അയക്കപ്പെട്ടതാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിൻ്റെ അനുഗ്രഹമായിട്ട് എല്ലാ സമൂഹത്തിലേക്കും, എല്ലാ കാലഘട്ടത്തിലേക്കും, എല്ലാ നാടുകളിലേക്കും വേണ്ടിയിട്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നതല്ലേ. ഈ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറയും. അതുകൊണ്ട് ആ പ്രവാചകന് നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് ലഖദ് കാന ലക്കും ഫീഹി റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ മേഖലകളിലും, നമ്മൾ ഈ ദുനിയാവിലെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ, കച്ചവടമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതമാകട്ടെ, മറ്റു ഭൗതികമായ എല്ലാ കാര്യങ്ങളുമാകട്ടെ, നാളെ ആഖിറത്തിലേക്കുള്ള കാര്യമാകട്ടെ, എല്ലാ മേഖല എടുത്തു നോക്കിയാലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് ചരിത്ര പ്രസിദ്ധകന്മാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചതും അതുതന്നെയാണ്. ജോർജ് ബെർണാഡ് ഷാ പോലെയുള്ള, മഹാത്മാഗാന്ധിജി പോലെയുള്ള ചരിത്ര പ്രസിദ്ധകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം പ്രകീർത്തിച്ചിട്ടുണ്ട്. ജോർജ് ബെർണാഡ് ഷാ എന്താണ് പറയുന്നത്? ഭാവിയിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മറ്റാരും വരാനില്ല എന്ന് ജോർജ് ബെർണാഡ് ഷാ പറയുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ അതാണ് ആ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചത്. നിബിതങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ വാക്കാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ റബീഉൽ അവ്വലിനെ മാത്രം പ്രത്യേകമായി കാണാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ്, അവിടുത്തെ പ്രകീർത്തനങ്ങൾ നമ്മുടെ മരണം വരെ നമ്മൾ വാഴ്ത്തേണ്ടതുണ്ട്. അവിടുത്തെ മദ്ഹുകൾ ധാരാളം പാടേണ്ടതുണ്ട്, അല്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ധാരാളം പ്രത്യേകതകളുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം എഴുതി വെച്ചതുപോലെ വൽ വഹ്ശു വൽ അശ്ജാറു കസ്സജദത് ലഹു വഅലൈഹി ഖദ സല്ലംന ബഅദ തശഹുദി, അവിടുത്തെ വന്യമൃഗങ്ങളും
വൃക്ഷങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സുജൂദ് ചെയ്യും. വഅലൈഹി ഖദ് സല്ലംന ബഅദ തശഹുദി, നബി തങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സലാം പറയുമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത. അങ്ങനെ ധാരാളം വിശേഷണങ്ങൾ, ധാരാളം സവിശേഷതകൾ അറിഞ്ഞ ഒരു മഹാവ്യക്തിത്വമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഖ്യാപനം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയെല്ലാം നമ്മൾ കണ്ടുപഠിച്ചതാണ്, നമുക്കറിയാവുന്നതാണ്. അത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ആൽ ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിലുള്ള ഒരു മാർഗം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നിങ്ങൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക. നിങ്ങൾ അങ്ങനെ നബിതങ്ങളെ പിൻപറ്റിക്കഴിഞ്ഞാൽ, അനുഗമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മുടെ എല്ലാവരുടെയും വാക്കുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ നമ്മളെല്ലാവരും പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകൾ അല്ലെങ്കിൽ ഓരോ സാന്ദർഭികമായ സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാൽ, നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഹൃദയത്തോടൊന്ന് നമ്മൾ ചോദിക്കുക, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവിടുന്ന് പിൻപറ്റുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സ്വന്തത്തോടൊന്ന് ചോദിക്കുക. യഥാർത്ഥ സ്നേഹം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു തരുന്നില്ലേ, നിങ്ങളിൽ ആരും പരിപൂർണമായ വിശ്വാസിയാകുകയില്ല. ഏതുവരെ? നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, എല്ലാ മനുഷ്യരെക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനാകുന്നത് വരെ നിങ്ങളിൽ ആരും പരിപൂർണ വിശ്വാസിയാകുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ പ്രവാചകൻ്റെ സ്നേഹം ഒരു മുദ്രാവാക്യം മാത്രമല്ല, നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയൽ മാത്രം, അല്ലെങ്കിൽ ഒരു മൗലിദ് പാരായണം ചെയ്തതുകൊണ്ട് അവിടുന്ന് പരിപൂർണമായ ഒരു പ്രവാചക സ്നേഹിയായി മാറുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ജീവിതം എങ്ങനെയാണോ പഠിപ്പിച്ചത്, സഹാബാക്കൾക്ക് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്തില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധമായ ഖുർആനാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് നബിതങ്ങളുടെ ജീവിതം. ആ നബിതങ്ങളുടെ ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായും പിൻപറ്റേണ്ടത്. നമ്മുടെ നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട്. എങ്ങനെ നമസ്കരിക്കണം, ആ നമസ്കാരത്തിൻ്റെ ആദാബുകൾ അല്ലെങ്കിൽ നമസ്കാരത്തിലുള്ള മര്യാദകൾ, അവിടുത്തെ സുന്നത്തുകളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ നമ്മുടെ വാക്കുകളിലുള്ള ഇത്തിബാ, സത്യസന്ധത, മറ്റുള്ളവരെ കുറ്റം പറയാതെയുള്ള, മറ്റുള്ളവരെ അവഹേളിക്കാതെയുള്ള സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പെരുമാറ്റം, മുതിർന്നവരോടുള്ള പെരുമാറ്റം, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ ഓരോ സെക്കൻഡും, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓരോ സെക്കൻഡും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരോടുള്ള സഹവാസത്തിൽ, എല്ലാത്തിനോടും, എന്തിനേറെ വന്യമൃഗങ്ങളോട് പോലും, പക്ഷികളോട് പോലും, ജീവജാലങ്ങളോട് പോലും നിങ്ങൾ കരുണ കാണിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചു. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാവാത്ത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, അങ്ങനെ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, മറ്റുള്ള അപവാദങ്ങൾ, സോഷ്യൽ മീഡിയ അപവാദങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പില്ലാത്ത വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നബിതങ്ങളെ പിൻപറ്റാം, അല്ലെ? മറ്റുള്ളവരെക്കുറിച്ച് മോശമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാതിരിക്കുക. ഇന്നത്തെ കാലത്ത് ആ ഒരു യുഗത്തെ നമ്മൾ യോജിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിത്രീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാ അങ്ങനെ നമുക്ക് പിൻപറ്റത്തില്ലേ? അതുപോലെ തന്നെ മാന്യമായ സംസാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമയം പാഴാക്കാതിരിക്കുക. പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നമുക്ക് ഇരു ലോകത്തും വിജയിക്കാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എല്ലാ മേഖലകളിലും, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമമായ അധ്യാപനമുണ്ട്, മാതൃകയുണ്ട്. അത് നമ്മൾ പിൻപറ്റിക്കഴിഞ്ഞാൽ മൻ ഇത്തബഅ സുന്നത്തി ഇൻദ ഫസാദി
ഫലഹു അജ്റുൻ ഷഹീദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ച വളരെ അർത്ഥവത്തുള്ള ഒരു വാക്കാണ്. ഈ ഫിത്നയുടെയും ഫസാദിൻ്റെയും കാലഘട്ടത്തിൽ, അതായത് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, മറ്റ് മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ, സ്വന്തം സഹോദരങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിയുന്ന കാലഘട്ടത്തിൽ, അങ്ങനെ എല്ലാവിധ കുഴപ്പങ്ങളുടെയും കാലഘട്ടത്തിൽ ആര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തിനെ പിൻപറ്റുന്നുവോ അവന് ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ റിസാലത്തിൻ്റെ നാവിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾ, അതല്ലേ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ടത്? അതല്ലേ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത്? അതല്ലേ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്ന സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളും, നമ്മുടെ മരണം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാൻ സാധിച്ചാൽ നമ്മളാണ് യഥാർത്ഥ വിശ്വാസി. മറ്റുള്ള എല്ലാത്തിനേക്കാളും പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് യഥാർത്ഥ വിശ്വാസി. ആദ്യം പറഞ്ഞതുപോലെ മറ്റുള്ള പ്രവാചകന്മാരെ പോലെയല്ല. അവർക്ക് ഓരോ കാലഘട്ടത്തിലേക്കാണ്, ഓരോ സമൂഹത്തിലേക്കാണ്, ഓരോ നാടുകളിലേക്കാണ് ഓരോ പ്രവാചകന്മാരെ അയച്ചത്. നമുക്ക് എല്ലാത്തിനും മാതൃകയായിട്ടുള്ള, എല്ലാ കാലഘട്ടത്തിലും, ഇനി വരാൻ പോകുന്ന കാലഘട്ടമാണെങ്കിലും എല്ലാ കാലഘട്ടത്തിലും പരിപൂർണമായിട്ടും പിൻപറ്റാൻ ഉതകുന്ന ഒരു മാതൃകയായ ഒരു അധ്യാപകനെയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഭാഗ്യമാണ് ആ പ്രവാചകന്റെ ഉമ്മത്താകാൻ പറ്റുന്നത്. നമ്മൾ ഓരോരുത്തരെയും ഭാഗ്യമായി കരുതിക്കൊണ്ട് ആ പ്രവാചകനെ പരിപൂർണമായും പിൻപറ്റാൻ സാധിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ആ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നോ അതൊന്നും സ്വന്തമായി പറഞ്ഞിട്ടല്ല. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് നജ്മിലൂടെ പറയുന്നില്ല, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? നബി തങ്ങൾ അവിടുന്ന് സ്വന്തമായി ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. അവിടുന്ന് ഇച്ഛയ്ക്കനുസരിച്ച് അവിടുന്ന് നാവിൻ്റെ തോന്നുന്നതൊന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. അള്ളാഹു എന്താണോ വഹി നൽകിയത്, അള്ളാഹു എന്താണോ ബോധനം നൽകിയത്, അത് മാത്രമാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ പ്രവാചകന്റെ ആ വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിപൂർണമായിട്ട് പ്രാവർത്തികമായിട്ട് യഥാർത്ഥ വിശ്വാസിയായിട്ട്, കാമിലായ ഒരു വിശ്വാസിയായിട്ട്, പരിപൂർണമായ ഈമാനുള്ള വിശ്വാസിയായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ജീവിതം മരണം വരെ പരിപൂർണമായിട്ടും ഇത്തിബാ ചെയ്ത് അവിടുത്തെ സ്നേഹം പിൻപറ്റാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നത്, വെറും വാക്കുകളിൽ അല്ലെങ്കിൽ വെറും ഒരു റബീഉൽ അവ്വൽ വന്നതുകൊണ്ട് മാത്രം നമ്മൾ പ്രവാചക സ്നേഹിയായാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നമ്മൾ ഹുബ്ബുൻ നബി, ആ പ്രവാചകനെ സ്നേഹിക്കാനും അവിടുത്തെ പിൻപറ്റാനും നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ ഉല്ലസിച്ച് നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റൂഹിനെ പിടിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും അവിടുത്തെ തിരു റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഅന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.